നമസ്കാരം. കൊല്ലന്റെ വീട്ടില് കരണ്ടി ഉണ്ടാവില്ല, ഒരു ബിൽഡറുടെ വീട്ടില് ബിൽഡിംഗ് ഉണ്ടാവണമെന്നില്ല. കുട്ടികളില്ലാത്ത നിരവധിയായ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ സഹായിച്ച ഡോക്ടർക്ക് കുട്ടികളില്ല. സ്കിന്നിനും മുടിക്കും വളരാനായിട്ട് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർക്ക് മുടി അധികമില്ല. മോട്ടിവേഷൻ സ്പീച്ച് കൊണ്ട് ആൾക്കാരെ കോരിത്തരിപ്പിക്കുന്ന ആ മനുഷ്യൻ ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. കൗൺസിലിംഗ് രംഗത്ത് വളരെ വിദഗ്ധമായി മനുഷ്യരുടെ നിരവധി ദമ്പതിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ആ കൗൺസിലിംഗ് ദമ്പതികൾ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ പാടുപെടുന്നു. 400ഓളം സർജറികൾ ചെയ്ത് ഹാർട്ട് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ 42 വയസ്സുകാരനായ ഡോക്ടർ ഹൃദയാഘാതം മൂലം മരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമാണ്, പക്ഷെ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് സ്വയം അകത്തേക്ക് നോക്കാൻ പഠിക്കണം. അകത്തോട്ട് ഇതാരുടെ പ്രശ്നമാണെന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടമുണ്ടാകണം. എല്ലാം നല്ലതിനാണെന്ന് പറയുന്നതിന് കാര്യം പറയുകയാണെങ്കിൽ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ഭർത്താവോ വീട്ടുകാരത്തിയോ വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ മുന്നിലേക്ക് പ്രപഞ്ചം ഒരു സുന്ദരിയായ സ്ത്രീയെ വളരെ അട്രാക്റ്റീവായിട്ട് നമ്മുടെ വേദനകളെല്ലാം ഏറ്റെടുക്കാനായിട്ട് ഈ ഭർത്താവിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ, അവൻ അതിൽ അട്രാക്റ്റീവ് ആകുമ്പോൾ, എനിക്ക് ഇയാളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് കരയാതെ അവരെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് ആ വേദനകൾ സ്വീകരിക്കാനായിട്ട് വന്ന അവർക്ക് അതിനെ അനുവദിച്ചുകൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടുകയല്ലേ വേണ്ടത്. താങ്ക് യു.